സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായി താരങ്ങൾക്ക് വേണ്ടി പലപ്പോഴും കാത്തിരിക്കേണ്ടി വരും. ഈ കാത്തിരിപ്പിനൊടുവിൽ ഒരു പട വരുന്നത് കാണുമ്പോൾ ഊഹിക്കാം താരം വരുന്നുണ്ടെന്ന്. അപ്പോൾ ചിലർ സാറ് വരുന്നുണ്ട് സെറ്റല്ലേ. ഈ ഹൈപ്പ് ക്രിയേറ്റേഴ്സ് എന്ന വിഭാഗത്തിൻ്റെ ചോദ്യം സാധാരണ മൈൻഡ് ചെയ്യാറില്ല. ഈ ഏറെ നേരമായി കാത്തിരിക്കുന്ന നമ്മളോട് ഈ ആവർത്തിച്ചുള്ള ചോദ്യം അരോചകമാണ്. അതുകൊണ്ട് തന്നെ എന്നാൽ ഇന്ദ്രൻസ് എന്ന മനുഷ്യൻ വരുന്നത് അറിയുകയില്ല. പുള്ളി മുന്നിൽ വരുമ്പോൾ നമ്മൾ കൈ കൊടുക്കാൻ അങ്ങനെ ഫ്രണ്ടോട്ട് ചെല്ലും. പക്ഷെ പുള്ളി കെട്ടിപ്പിടിച്ച് നെഞ്ചിലൊരു ഉമ്മ തരും. ഇൻസ്റ്റൻറ്റ് കണക്റ്റാണ്. തയ്യാറാക്കിയ ചോദ്യങ്ങൾ എല്ലാം മാഞ്ഞ് മനസ്സിൽ പതിഞ്ഞ ചോദ്യങ്ങളിലേക്ക് കാര്യം കിടക്കും. ചിരിയില്ലാതെ ഒരു മറുപടി പോലുമില്ല. കസേരയുടെ അറ്റത്ത് വന്നിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇൻ്റർവ്യൂ എന്ന നമ്മളും കസേരയുടെ അറ്റത്തേക്ക് നീങ്ങും. വിനയത്തിൻ്റെ മുഖം മൂടി കൊണ്ടു നടക്കുന്നവരിൽ വ്യത്യസ്തമായി കുട്ടിത്തവും തമാശയുമായി ഒരു നടനല്ല മനുഷ്യൻ. ഇന്ദ്രൻ ചേട്ടനോട് പഴയ കോസ്റ്റ്യൂം ഡിസൈനർ സുരേന്ദ്രനെ ഓർക്കാറുണ്ടോ എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് തയ്ക്കാറുണ്ട്. പിന്നെ ഏത് സെറ്റിൽ ചെന്നാലും കോസ്റ്റ്യൂം സെക്ഷനിൽ ചെല്ലും. ഉത്തരവും ചിരിയിൽ തന്നെ. ചില വേഷങ്ങൾ ചെയ്താൽ ആൾക്കാർ ചിരിക്കുമോ എന്ന് പേടി തോന്നിയിട്ടുണ്ടെന്ന് ഉടൽ എന്ന ചിത്രത്തിൻ്റെ സമയത്ത് ഇന്ദ്രൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കട്ട് പറഞ്ഞതിന് ശേഷം ആദ്യം നോക്കുന്നത് സെറ്റിലുള്ളവരുടെ മുഖത്തേക്കാണെന്ന് അദ്ദേഹം പറഞ്ഞു. സിനിമയുടെ പൊളിറ്റിക്സിന് പറ്റാത്തൊരു വ്യക്തി തന്നെയാണ് ഈ മനുഷ്യൻ. കൊടക്കമ്പി എന്ന് വിളികേട്ടിരുന്ന ഈ നടൻ പിന്നീട് ചെയ്ത വേഷങ്ങൾ മനുഷ്യരെ കാഴ്ചയുടെ പേരിൽ അളക്കുന്നവരെ ഇരുത്തി ചിന്തിപ്പിക്കുന്നവയാണ്.